ഈ പ്രിയപ്പെട്ട മാത്യു നോക്കുന്ന രീതി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ്. ഭൂമിയിൽ മദർ തെരേസയോട് ഒരു കുഷ്ഠരോഗിയെ പുഴു കിള്ളിക്കളഞ്ഞപ്പോ ഒരു വിദേശിയ 10 ലക്ഷം രൂപ തന്നാലും ഞാൻ ഈ പണി ചെയ്യരുതെന്ന് പറഞ്ഞു. മദർ തെരേസ പറഞ്ഞു, എനിക്ക് 100 കോടി തന്നാലും ഞാനിത് ചെയ്യൂല, പക്ഷേ ഈ കുരിശിൽ മരിച്ചവനെ പ്രതിയാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടേക്ക് നോക്കുമ്പോഴേ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രൈവറ്റ് ഭാഗത്തൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് ഒരു വിഷമവും കൂടാതെ വൃത്തിയാക്കി ആ അപ്പച്ചന്റെ മുഖത്തെ പുഞ്ചിരി ഞാൻ കണ്ടു. ആ പുഞ്ചിരിയോടെ ആ അപ്പച്ചൻ മരിച്ചു. അതുകൊണ്ട് രക്തബന്ധത്തിന് അപ്പുറത്തൊരു ബന്ധത്തിലേക്ക് ഈ ഭവനത്തെ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇങ്ങനെയൊരു ഭവനം, ഇങ്ങനൊരിടം, ഇങ്ങനെ വചന പ്രഘോഷണം, അന്നൊന്നും വേണ്ട ആഹാരം എല്ലാം തരുന്ന തമ്പുരാനെ ഓർത്തുകൊണ്ട് സ്വർഗത്തിലേക്കുന്ന വേറെ ഒരാളെ ഓർക്കുന്നത് അങ്കിളാണ്. ജോർജ് രണ്ടുപേരെ ഓർക്കാം. ഇന്നിപ്പോ ഒരു അച്ഛൻ മരിച്ച് ചേരുകുഴിപ്പള്ളി ഞാൻ ഓഫീസിൽ ഇരുട്ട് വന്നേ ഉള്ളൂ. 1:30 അടക്ക് തുടങ്ങും. വൈദികനാണ്. അപ്പൊ ആ വൈദികനെ നമുക്ക് പ്രത്യേകം ഇത് ഓർക്കാം. ഇന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് സ്വർഗീയ കൂട്ടായ്മയിൽ നമ്മളും താമസിയാതെ അങ്ങോട്ട് ഓരോരുത്തർ പോയിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അവിടെയാണ് യഥാർത്ഥ ഭവനം. മരണത്തെക്കുറിച്ച് ഈയിടെ എനിക്ക് കിട്ടിയ ഒരു കൊച്ചു ചിന്ത, ഭൂമിയാകുന്ന മെത്തയിൽ ഉറങ്ങുന്നു, സ്വർഗമാകുന്ന മെത്തയിൽ ഉണരുന്നു എന്ന് പറഞ്ഞേ. എന്ത് എളുപ്പമുള്ള പണിയാ! ഭൂമിയാകുന്ന മെത്തയിൽ എന്നാ ചെയ്യുവാ? എന്നിട്ട് ഉണരണേ എവിടെയാ? മെത്തയിൽ ഉണരുന്നു. പെട്ടെന്ന് പണി കഴിഞ്ഞു അല്ലേ? റീലിന്റെ കാലമല്ലേ, ടിക് പരിപാടി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം റഹ്മാന്റെ അപ്പയുടെ ശവടക്കിന് ഞാൻ പ്രസംഗിച്ചപ്പോ ശവടക്ക് കഴിഞ്ഞ് അങ്ങോട്ട് സിമിത്തേരി നിൽക്കുമ്പോ അച്ചോ നല്ല വൈബായിരുന്നു എന്ന് എന്നോട്. നിങ്ങക്ക് മനസ്സിലാവോ വൈബ് എന്ന് പറഞ്ഞ? ശവടക്കിന്റെ പ്രസംഗത്തിന് പോലും നല്ല വൈബായിരുന്നു എന്ന്. 1-ാം ചർമ്മവാർഷികത്തിന് ഞാൻ അത് തന്നെ സൂചിപ്പിച്ചു. ഇന്ന് വൈബ് ഇല്ലെങ്കിൽ ആർക്കും പള്ളിയും വേണ്ട, പ്രാർത്ഥനയും വേണ്ട, കുരിശുവരെയും വേണ്ട, ഇവിടവും വേണ്ട. അപ്പൊ ഇവിടെ നല്ലൊരു വൈബാണ് അല്ലേ ഇവരുടെ സാന്നിധ്യം? പ്രാർത്ഥനയ്ക്ക് വൈബില്ല എന്ന് ചോദിച്ചതോ? ഇല്ലാത്ത പോലെ നിങ്ങൾ എന്റെ നേരെ നോക്കണേ. അഭിഷേകം ഉണ്ട്, അത് വൈബിന് വേറൊരു വാക്കാ, അഭിഷേകത്തിന് വേറൊരു വാക്കാ. വൈബ് യൂത്തിന്റെ വാക്കാണ് വൈബ്. വൈബ് ഇല്ലെങ്കിൽ ഒന്നിനും ജീവനില്ല. അപ്പൊ ഇവിടെ നല്ലൊരു വൈബ് ഉണ്ടാകട്ടെ. ഈ കരങ്ങൾക്ക് ഇനിയും ഈ ചാക്കപ്പന് ശക്തി തമ്പുരാൻ കൊടുക്കട്ടെ. നമ്മുടെ കർത്താവ് എന്നെ മോചിപ്പിക്കുക. എന്റെ മക്കള് വിശന്നിരിക്കുക, എന്നെ വിട്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉമ്മ ഈ 2 അപ്പച്ചന്മാർക്കും വേണ്ടിയിട്ട് നമ്മള് ദൈവം തെളിയിക്കുകയാണ്. അപ്പൊ അച്ഛൻ ആദ്യം തെളിയിക്കുന്നു. നമുക്ക് നമ്മുടെ ജോസഫ് ചേട്ടന്റെ ഭാര്യയാണ്, അവരുടെ വീട്ടിലാണ് എല്ലാ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ നടന്നത്. അതുപോലെ ജന്മനെറ്റിയുടെ പെങ്ങളാണ്, ഫിലിപ്പിന്റെ മകളാണ്. ജോർജ് ചേട്ടന്റെ ഒരു കുറവും കൂടാതെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് പറയുന്നു മോളെ നീ ഇങ്ങോട്ട് പോരെ. എന്റെ ഇടവകയെ പ്രതിനിധീകരിക്കാൻ അവരാണ് ആരോഗ്യത്തിന് രണ്ടുപേരും ഒരുമിച്ച് കത്തിച്ചോ. കത്തി ഞാൻ അച്ഛൻ നമ്മുടെ ഇടയിൽ വന്നത് ഈ ഭവനത്തെ അക്ഷരമാത്രം സ്നേഹിക്കുന്ന അച്ഛനായതുകൊണ്ടാണ്. നല്ല രീതിയിലൂടെ എന്നിട്ട്